അമേരിക്കൻ മണ്ണിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ പാകിസ്ഥാൻ സൈനിക മേധാവിക്ക് ധൈര്യം വന്നു എന്നത് നിസ്സാരമായൊരു കാര്യമല്ല. വാസ്തവം പറഞ്ഞാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള അടുത്തുള്ള ആ ബന്ധത്തിൽ വലിയ വിള്ളൽ വരുത്തുന്ന ഒരു സംഭവമായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ. ഈ പാക് സൈനിക മേധാവി ആസിം മുനീർ അങ്ങേര് രണ്ടാം തവണയാണ് അമേരിക്ക സന്ദർശിക്കുന്നത്. ആദ്യത്തെ തവണ വന്നപ്പോൾ പ്രസിഡന്റ് ട്രംപിൻ്റെ അതിഥിയായിട്ട് വൈറ്റ് ഹൗസിൽ ഉച്ചഭക്ഷണത്തിന് പോയി. സാധാരണ ഒരു സൈനിക മേധാവിക്ക് ലഭിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയൊരു ബന്ധം, അതിൻ്റെ ഒരു സൂചനയായിരുന്നു അത്. അതിനുശേഷമാണ് അദ്ദേഹം വീണ്ടും വരികയും ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയ കാര്യം ഇത്രയേ ഉള്ളൂ. ഈ സിന്ധു നദി സിന്ധു നദീജലം പങ്കിടുന്നതിന് ആ കരാറുണ്ട്. പക്ഷേ ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഒത്തുതീർപ്പുണ്ടായെങ്കിലും ആ കരാറ് ഇന്ത്യ പാലിക്കുന്നില്ല. കരാറനുസരിച്ച് അവർക്ക് വെള്ളം കൊടുക്കുന്നില്ല. ആ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നു. അതിനു പുറമെ സിന്ധു നദിയിൽ അണക്കെട്ട് കെട്ടാനായിട്ട്, വലിയൊരു അണക്കെട്ട് കെട്ടാനായിട്ട് ഇന്ത്യ ശ്രമിക്കുന്നു. ഇന്ത്യ ഏകദേശം തീരുമാനമെടുത്തിരിക്കുന്നു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഡാം നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് തകർത്ത് കളയുമെന്നാണ് ആസിം മുനീർ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് മിസൈൽ അയച്ച് തകർക്കും, ഞങ്ങളുടെ ഒരു അണ്വായുധമുണ്ട്, ഞങ്ങളെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട, ഞങ്ങൾ എന്തും ചെയ്യും എന്നാണ് അങ്ങേര് പറഞ്ഞിരിക്കുന്നത്. ഇത് കൂട്ടി വായിക്കേണ്ടത് അശ്വത്ഥാമാവിനെയാണ്. നമ്മൾ ഈ സകല മനുഷ്യരും യുദ്ധം ജയിച്ചതിന് ശേഷം പാണ്ഡവരെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രി വന്ന് തീവച്ച് അവിടെയുള്ള മനുഷ്യരെ മുഴുവൻ കൊന്ന വ്യക്തിയാണ് അശ്വത്ഥാമാവ്. അപ്പം അങ്ങനെ ഈ എല്ലാം നശിച്ചു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള തീവ്രമായിട്ടുള്ള നിലപാടുകളൊക്കെ ഓരോരുത്തരും എടുത്തു വന്നു വരും. അപ്പോൾ പാകിസ്ഥാനും ആ പരാജയബോധത്തിലേക്ക് അത്രയും ആ മൂലയ്ക്ക് എത്തി എന്നുള്ള ഒരു ഭീതിയാണ് നമ്മളവിടെ വായിച്ചെടുക്കേണ്ടത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഭീഷണിയേക്കാളുപരി ഒരു നിസ്സഹായ അവസ്ഥയാണ് അവിടെ വായിച്ചെടുക്കേണ്ടത്. അപ്പോൾ ആ നിസ്സഹായാവസ്ഥ അത് ശരിയല്ല. ഈ വെള്ളം എന്നുള്ളത് ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണ്, അതുപോലെ തന്നെ പാകിസ്ഥാനും അവകാശപ്പെട്ടതാണ്, അത് മനുഷ്യന് അവകാശപ്പെട്ടതാണ്. അപ്പോൾ ആർക്കും വെള്ളം നിഷേധിക്കാനുള്ളൊരു അവകാശം ഒരു രാജ്യത്തിനുമില്ല. ഇപ്പം ചൈന ബ്രഹ്മപുത്ര നദിയിൽ, ചൈനയിൽ ഈ ടിബറ്റിൻ്റെ ആ ഭാഗത്ത് അണ കെട്ടുന്നു. അപ്പോൾ അവിടെ അണ കെട്ടിക്കഴിഞ്ഞാൽ അത് വലിയ ബ്രഹ്മാണ്ഡൻ അണക്കെട്ടാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴോട്ട് വരുന്ന വെള്ളം ഇന്ത്യയിലുണ്ട്, ഇന്ത്യയിലും അതുപോലെ തന്നെ ബംഗ്ലാദേശിലും, ഈ രണ്ട് രാജ്യങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. പക്ഷേ വിദഗ്ധർ പറയുന്നത് ഈ അവിടെ അണ കെട്ടിയാൽ കുറച്ച് ഗുണമേ ഉള്ളൂ. കാരണം ഇവിടുത്തെ വെള്ളപ്പൊക്കം ഒന്ന് കുറഞ്ഞു കിട്ടും എന്ന് മാത്രമല്ല, കാരണം പ്രധാനമായിട്ടും മഴ പെയ്യുന്നത് ഈ അവിടെ അണക്കെട്ടിന് ശേഷം വരുന്ന ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും ഭാഗങ്ങളിലാണ് കൂടുതലും മഴ പെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ വെള്ളത്തെ ഒന്നും ഇത് ബാധിക്കാൻ പോകുന്നില്ല, അണക്കെട്ട് ബാധിക്കാൻ പോകുന്നില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. പക്ഷേ എന്തായാലും അണ കെട്ടുന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് ദോഷമാകാതിരിക്കണം എന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം അവർക്ക് അണക്കെട്ട് പാടില്ല എന്ന് നമുക്ക് പറയാനാവില്ല. പക്ഷേ അത് നമ്മുടെ താല്പര്യങ്ങളെ നമുക്ക് ദോഷമായി ബാധിക്കാൻ പാടില്ല. കാരണം വെള്ളം നമുക്കും അവകാശപ്പെട്ടതാണ്. പ്രകൃതി വിഭവങ്ങൾ, വായുവും വെള്ളവുമൊക്കെ എല്ലാവരുടെയും സ്വത്താണ്, മനുഷ്യരാശിയുടെ മൊത്തം സ്വത്താണ്. അത് ഏതെങ്കിലും ഒരു രാജ്യത്തിന് മാത്രമായിട്ട് അവകാശപ്പെടാനായിട്ട് യാതൊരു ന്യായവുമില്ല. അപ്പോൾ അതേ ന്യായം തന്നെയാണ് സിന്ധു നദീതടത്തിൻ്റെ നദിയുടെ കാര്യത്തിലും നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന് തോന്നുന്നു. പാകിസ്ഥാന് വെള്ളം കൊടുക്കില്ല, അല്ലെങ്കിൽ അവർക്ക് വെള്ളം കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അതൊരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന കാര്യവുമല്ല. പക്ഷേ അതേസമയം തന്നെ ഇത്തരം ഭീഷണികൾ ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലവിലുള്ള ബന്ധങ്ങൾ തന്നെ വീണ്ടും വഷളാക്കുന്ന തരം പ്രസ്താവനകളാണ് ഇതൊക്കെ പുറത്ത് പറയേണ്ട കാര്യങ്ങളല്ല, പരസ്പരം സംസാരിച്ച്. കാരണം കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്നാണ്. അപ്പോൾ ആസിം മുനീർ ആണെങ്കിലും ഇങ്ങനെ കുരയ്ക്കുകയേ ഉള്ളൂ എന്ന് നമുക്കറിയാം. അതിനപ്പുറത്തേക്കൊന്നും പോകാനായിട്ട് അവർക്കൊന്നും കഴിയുകയില്ല. പക്ഷേ അവരുടെ ആ ഒരു നിസ്സഹായ അവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടതുമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പം ഈ പ്രസിഡന്റ് ട്രംപിൻ്റെ മുന്നിൽ അടിയറവ് പറഞ്ഞ് ഞങ്ങൾ അടിയങ്ങളെ രക്ഷിക്കണമെന്നും പറഞ്ഞ് അവിടെ പോയി ഈ കാലിൽ പിടിച്ച് വീഴുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് അമേരിക്ക അതൊരു നല്ല കാര്യമായിട്ട്, കാരണം ഒരു രാജ്യം സ്വന്തം കസ്റ്റഡിയിലുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ. അപ്പോൾ ഇന്ത്യ ആണെങ്കിൽ ഈ പറഞ്ഞാലൊന്നും കേൾക്കില്ല. അമേരിക്ക പറയുന്നതിന് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള പണ്ടുകാലം മുതലുള്ള പ്രശ്നം അതാണ്. അമേരിക്കയുടെ ചൊൽപ്പടിക്ക് ഇന്ത്യ നിൽക്കത്തില്ല. ഇന്ത്യ സ്വതന്ത്രമായ നിലപാടെടുക്കും. ചേരിചേരാ നയം അതായിരുന്നു. അതായത് പ്രധാനമായിട്ടും റഷ്യയോടും ഒക്കെ ഉള്ള താല്പര്യമായിരുന്നു ഇന്ത്യ കാണിച്ചുകൊണ്ടിരുന്നത്. കാരണം അമേരിക്കൻ പക്ഷപാതിയാകാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. അപ്പോൾ അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പം ഈ പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധത്തിൽ തന്നെ ട്രംപ് ഇടപെട്ടാണ്
ആ യുദ്ധം നിർത്തിയതെന്ന് ട്രംപ് അവകാശപ്പെടുന്നു. പക്ഷേ ഇന്ത്യ അത് നിഷേധിക്കുന്നു. അപ്പോൾ ട്രംപിനെ പ്രകോപിപ്പിക്കാൻ വേറെ കാരണമൊന്നും വേണ്ടല്ലോ. എന്തായാലും ഈ പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യ ദിനവും നാളെയാണ്, അതോ 14-ാം തീയതി, ഇന്നാണെന്ന് തോന്നുന്നു, 14-ഉം 15-ഉം. അപ്പോൾ അവിടെ അവരിപ്പോഴും കാശ്മീരിനെ പറ്റിയാണ് പറയുന്നത്. പിന്നെ മനുഷ്യർക്ക് ഈ സാമാന്യ ബോധം എന്ന് പറഞ്ഞ ഒരു സാധനമില്ലേ വാസ്തവം പറഞ്ഞാൽ? ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന പ്രധാനമായിട്ടും പഞ്ചാബികൾ, സിന്ധികൾ, ബലൂചിസ്ഥാനിലുള്ളവർ, ഇവരെല്ലാം ചേർന്നിട്ടുള്ള ഒരു രാജ്യമാണ്. ഈ കാശ്മീർ എന്ന് പറഞ്ഞാൽ വേറൊരു ജനതയാണ്, കാശ്മീരി ജനത. ആ ജനതയെ കൂടി ഞങ്ങളുടെ കൂടെ വന്നിട്ടില്ലെങ്കിൽ പിന്നെ അവർക്ക് ഏതാണ്ട് സംഭവിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ കാശ്മീരി ജനത ഇന്ത്യയിലായതുകൊണ്ട് എന്താണ് പ്രശ്നം ഇരിക്കുന്നത്? അവിടെ പോയാലും ഇവിടെ പോയാലും അവർ ഇന്ത്യക്കാരും പാകിസ്ഥാനികളും ഇതൊക്കെ ഒരു കാലത്ത് ഒന്നായിരുന്നല്ലോ. അപ്പോൾ ഇപ്പുറത്ത് നിന്നുകൊണ്ട് എന്താണ് പ്രശ്നം ഇരിക്കുന്നത്? അപ്പോൾ വെറുതെ ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വഴക്കിന് വേണ്ടിയിട്ടുള്ള പിന്നെ ആവശ്യങ്ങൾ അങ്ങനെയല്ലേ വാസം പറഞ്ഞാൽ കണക്കാക്കാൻ ഒക്കെയുള്ളൂ. ഇവിടെ ഇന്ത്യയിൽ കാശ്മീരികൾ പീഡിപ്പിക്കപ്പെടുകയോ അവരുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പോൾ ഇന്ത്യയുടെ പിന്നെ സമ്പദ് വ്യവസ്ഥയിൽ നല്ലൊരു പങ്ക് അങ്ങോട്ട് പോകുന്നുണ്ട്, അവരെ സഹായിക്കാനും അവരെ വളർത്തിക്കൊണ്ടുവരാനും. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടും ഉന്നതിയിലേക്ക് പോകുന്ന സമൂഹമാണത്. അവരെ കൂടെ വലിച്ചു താഴെയിട്ട് ഈ വർഗീയവാദവും പിന്നെ മതതീവ്രവാദവും ഒക്കെ വളർത്തണമെന്നാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത്. അത് നടക്കില്ല എന്ന് ഇന്ത്യയും. അത് നടക്കരുത്. കാരണം അങ്ങനെയുള്ള വൃത്തികേടുകൾക്ക് നമ്മൾ ഒരു കാരണവശാലും കൂട്ടുനിൽക്കേണ്ട ഒരു കാര്യവുമില്ല.